ഹലോ ഗൈസ്, ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാക്ബുക്ക് എടുക്കുക എന്നുള്ളത് പലരുടെയും ആഗ്രഹമായിരിക്കും, പക്ഷേ പലർക്കും കൺഫ്യൂഷൻ ആയിരിക്കും അത് മാക്ബുക്ക് എടുക്കണം എന്നുള്ളത്. കാരണം കുറേ മോഡൽസ് ഉണ്ട്, എയർ മോഡൽസ് ഉണ്ട്, പ്രോ മോഡൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ 2025 ഏത് മാക്ബുക്ക് വാങ്ങണം എന്നതിനെ പറ്റിയായിരിക്കും ഞാൻ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മാക്ബുക്ക് എയർ മോഡൽസ് ഉണ്ട്, 13-inch മോഡൽസ്. അതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ട് വരുന്നത്. അത് നമുക്ക് മാക്ബുക്ക് എയർ M1 ഉണ്ട്. M1 ചിപ്പ് ആക്ച്വലി ആപ്പിൾ 2020 അനൗൺസ് ചെയ്ത ഒരു ചിപ്പാണ്. അപ്പോൾ ലാപ്ടോപ്പിന് വേണ്ടി ഒരു ARM ബേസ്ഡ് ചിപ്പ് സെറ്റ്, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചിപ്പ് സെറ്റ് വന്നപ്പോൾ അത് നമ്മൾ ലാപ്ടോപ്പ് ഇൻഡസ്ട്രി തന്നെ ചേഞ്ച് ചെയ്ത ഒരു സംഭവം. പക്ഷേ മാക്ബുക്ക് എയർ M1 ഇനി നിങ്ങൾ 2025 എടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വേണ്ട. കാരണം 5 വർഷമായി. വേറൊരു സീൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ 13-inch മാക്ബുക്ക് എയർ M1-ന്റെ 8256 വേരിയൻ്റ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് വാങ്ങുക. അത് അറൗണ്ട് 50,000 ഒക്കെ ആവും കേട്ടോ. അപ്പോൾ ആ ഒരു പ്രൈസിന് എടുക്കുന്ന വർത്തല്ല. കാരണം 8GB ഉള്ളൊരു മാക്ബുക്ക് എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല 2025. കാരണം 8GB പഴയ 8GB മാക്ബുക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട് പുതിയ മാക് OS വെർഷനിലോട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് നമുക്ക്. പക്ഷേ ഈ മാക്ബുക്ക് എയർ M1 13-inch മോഡലിൽ നിങ്ങൾക്ക് അണ്ടർ 40,000 ഒക്കെ സെക്കൻഡിന് കിട്ടുവാണ്. നിങ്ങൾക്ക് ഭയങ്കര ഹെവി യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ കേട്ടോ. ഞാൻ അറൗണ്ട് 50,000 മാക്ബുക്ക് എയർ M1 എടുക്കണ്ട എന്ന് പറഞ്ഞ കാര്യം, നമുക്ക് 60,000 തന്നെ, അറൗണ്ട് 60,000 തന്നെ മാക്ബുക്ക് എയർ M2-ന്റെ 13-inch 16256 വേരിയൻറ്റ് കിട്ടാറുണ്ട്. മനസ്സിലായി, ഫ്ലിപ്കാർട്ടിൽ യൂഷ്വലി അത് കിട്ടാറുണ്ട്. അത് മച്ച് ബെറ്റർ ഡീലാണ്. കാരണം മച്ച് ബെറ്റർ ഡിസൈൻ ആയിട്ടാണ് വരുന്നത്. 16GB RAM വരുന്നുണ്ട്. അപ്പോഴേ നല്ലൊരു സ്റ്റാൻഡേർഡ് സംഭവമായിട്ടാണ് വരുന്നത്. പിന്നെ M2 ഗുഡ് എനഫ് ആണ്. മോസ്റ്റ്ലി നിങ്ങളെ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ നടക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെ ബജറ്റ് 60,000 സ്ട്രിക്റ്റ് ബജറ്റ്, അറൗണ്ട് ആ ഒരു ബജറ്റ് ആണെങ്കിൽ മാക്ബുക്ക് എയർ M2 കൺസിഡർ ചെയ്യുക. ഓക്കെ, നല്ല ചോയ്സ് തന്നെയാണ് 2025. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. M2 കഴിഞ്ഞിട്ട് ഞാൻ പറയും നിങ്ങൾ ഡയറക്റ്റ് M4-ലോട്ട് പോവുക. M4-ന്റെ 16256 വേരിയൻറ്റ് ഓഫറൊക്കെ ചേർത്ത് അറൗണ്ട് 80,000 ആണ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അല്ലെങ്കിൽ ആമസോണിലൊക്കെ കിട്ടാറുണ്ട്. അത് നല്ല കിട്ടില്ല ഡീൽ. M4 ലേറ്റസ്റ്റ് ചിപ്പാണ്. M3 വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ല പവർഫുൾ ആണ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ബെറ്റർ ആയിട്ടുള്ള വെബ് ക്യാമും കാര്യങ്ങളൊക്കെ. അപ്പോഴും അറൗണ്ട് 80,000, ചിലപ്പോൾ അതിനും താഴെ കിട്ടാറുണ്ട്. ആ ഒരു പ്രൈസിന് മാക്ബുക്ക് എയർ M4-ന്റെ 16256 ആണ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി. 2025 നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് വാല്യൂ ഫോർ മണി മാക്ബുക്ക് അതാണ്. M3 പറ്റി ഞാൻ പറഞ്ഞില്ല. കാരണം M3 പലപ്പോഴും നമുക്ക് M4-നെ കാലമൊക്കെ എക്സ്പെൻസീവ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മനസ്സിലായി. അപ്പോൾ M3 സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് M4-ലോട്ട് പോകാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം എയർ M4 13-inch ഞാൻ പറഞ്ഞല്ലോ, ഒബ്വിയസ്ലി ബെറ്റർ പെർഫോമൻസ്, പിന്നെ ബെറ്റർ ആയിട്ടുള്ള വെബ് ക്യാം, പിന്നെ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഔട്ട് സപ്പോർട്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. മനസ്സിലായി. പിന്നെ എയർ M4-ന് 16 ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ 20,000 രൂപ ആകും. അതും അറൗണ്ട് 1 lakh അത്യാവശ്യം നല്ല ഡീൽ തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് മാക്ബുക്കിൽ സ്റ്റോറേജിന്റെ ഇഷ്യൂ വരാം. പക്ഷേ ആപ്പിളിന്റെ സീൻ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാൻ പോയാൽ വീണ്ടും 20,000 രൂപ. പലരെ സംബന്ധിച്ച് 256 ആയിരിക്കും ബെറ്റർ വാല്യൂ ഫോർ മണി. പക്ഷെ മാക്ബുക്ക് എയർ എടുക്കണമെങ്കിൽ ഞാൻ പറയും ഈ 16 ആ വേരിയന്റ് തന്നെയാണ് മാക്സിമം നിങ്ങൾ എടുക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ സ്റ്റോറേജ് റാമും പിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പോയി വീണ്ടും 20,000 വെച്ച് കൂടിപ്പോൾ ആ ഒരു പ്രൈസ് എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, പ്രോ വേരിയൻസ് കിട്ടും. മാക്ബുക്ക് പ്രോ M4 ഒക്കെ നമുക്ക് ആ പ്രൈസിന് കിട്ടത്തുള്ളൂ. എയറിൽ തന്നെ നമുക്ക് 15-inch മോഡലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഡിസ്പ്ലേ ആണ് പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് പോകാം. കുറച്ചുകൂടി എക്സ്പെൻസീവ് സൈഡ് ആയിരിക്കും, വെയിറ്റും കൂടുതലായിരിക്കും. 13-inch എയറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പോർട്ടബിലിറ്റി ഫാക്ടർ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് അറൗണ്ട് 1.2 kg അതിൻ്റെ വെയിറ്റ് ഒക്കെ വരാറുള്ളൂ. ഈ 15-inch പോകുമ്പോൾ അത് അറൗണ്ട് 1.5 kg ആവും. ഞാൻ പറഞ്ഞല്ലോ, എയർ നമുക്ക് 16 മോഡൽ എടുക്കരുത്. കാരണം നമുക്ക് പ്രോ വേരിയൻസ് അറൗണ്ട് ആ ഒരു എന്താ പറയുക ആ ഒരു പ്രൈസിന് വരും. പ്രോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ M4 ചിപ്സെറ്റ് വെച്ച് വരുന്ന മാക്ബുക്ക് പ്രോയുടെ പ്രൈസ് 14-inch മാക്ബുക്ക് പ്രോ M4-ന്റെ പ്രൈസ് വരുന്നത് 1.5 to 1.6 lakh ആ ഒരു പ്രൈസിനാണ് വരുന്നത്. അപ്പോൾ എയറിൽ നിന്ന് നമ്മൾ എന്താ പറയുക ഒരു 50,000 60,000 എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 16 വേരിയൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് എക്സ്ട്രാ കിട്ടുന്നത് വെച്ചാൽ മെയിൻലി ബെറ്റർ ഡിസ്പ്ലേ ആണ് കേട്ടോ. ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. നമുക്ക് ഈ എയർ മോഡൽസിൽ ഇപ്പോഴും സാധാ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആട്ടോ. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പർ ബ്ലാക്സ് ഉള്ള ഡിസ്പ്ലേ ആണോ, നല്ല കിഡിലം ബ്രൈറ്റ്നസ് അങ്ങനെയൊക്കെയാണ് നോക്കുന്നതെങ്കിൽ പ്രോയിൽ നമുക്ക് മിനി LED ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് മച്ച് ബെറ്റർ ആണ്. പിന്നെ നമുക്ക് പ്രോ മോഡലിൽ 120 Hz റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. എയറിൽ 60 Hz ആണ്. ഫോണിൻ്റെ അത്ര ആ ഒരു വ്യത്യാസം അറിയത്തില്ല കേട്ടോ 120 60 തമ്മിൽ. കാരണം ലാപ്ടോപ്പിൽ നമ്മൾ സ്ക്രോളിംഗ് കുറവല്ല എങ്കിൽ ആ ഒരു എക്സ്ട്രാ സ്മൂത്ത്നെസ് പ്രോയ്ക്കുണ്ട് ആണ്. മനസ്സിലാവും. പിന്നെ സ്പീക്കേഴ്സ് കുറച്ച് ബെറ്റർ ആയിരിക്കും. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ പോർട്സ് കിട്ടുന്നുണ്ട്. അതിൽ HDMI പോർട്ട് വരുന്നുണ്ട്, പിന്നെ SD കാർഡിൻ്റെ പോർട്ടും ഒക്കെ പ്രോയിൽ വരുന്നുണ്ട്. എയറിൽ നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഡോങ്കിൾ Type-C വെച്ച് കണക്ട് ചെയ്ത് അങ്ങനെ എടുക്കണം. പോർട്ട് ഒരു വലിയ വിഷയമായിട്ട് നമുക്ക് നോക്കണ്ട. പക്ഷെ ആ ഒരു ഡിസ്പ്ലേ സ്പീക്കേഴ്സ് ആ ഒരു കാര്യം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കുക. പിന്നെ വെയിറ്റും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പോർട്ടബിലിറ്റി ആണ് ഹയസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ 13-inch മാക്ബുക്ക് എയർ തന്നെയായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ.
കാരണം 1.2 kg ആണ് അറൗണ്ട് വരുന്നത്. പക്ഷേ Pro M4 14 ഇഞ്ചിൻ്റെ തന്നെ Pro M4 നമുക്ക് 1.55 kg അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെ പ്രൈവറ്റ് അനുസരിച്ച് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക പ്രോയിലോട്ട് പോകണോ വേണ്ടോ എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രാ കൊടുക്കണം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ബെറ്റർ അല്ല, നമുക്ക് പോർട്ടബിലിറ്റി ആ ഒരു സംഭവം നമുക്ക് ഇവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, മനസ്സിലായി. പിന്നെ പ്രോയിൽ 16 ഇഞ്ചിൻ്റെ വേരിയൻറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഡിസ്പ്ലേ ആണെങ്കിൽ നോക്കാം, പക്ഷേ അത് സിഗ്നിഫിക്കൻ്റ്ലി എക്സ്പെൻസീവ് ആണ്. കാരണം 24 GB റാം വെച്ചാണ് സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പ്രോ മോഡൽസിൽ നമുക്ക് ഫാൻ വരുന്നുണ്ട്, എയറിൽ അതില്ല. അപ്പോഴേ ചില സിനാറിയോസിലൊക്കെ ബെറ്റർ പെർഫോമൻസ് പ്രോയിൽ കിട്ടും. അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഈ 3 ലാപ്ടോപ്പ് ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് ബജറ്റ് കുറവുണ്ടെങ്കിൽ മാക്ബുക്ക് എയർ M2ൻ്റെ 16256 വേരിയൻറ്റ് 13 ഇഞ്ചിൻ്റെ 256 വേരിയൻറ്റ് എടുക്കുക മതി. ഫോറിൻ്റെ ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ നമുക്ക് അറൗണ്ട് 80,000 മാക്ബുക്ക് എയർ M4ൻ്റെ 16256 13 ഇഞ്ചിൻ്റെ 16256 വേരിയൻ്റ് ആയിരിക്കും, മനസ്സിലായി. പിന്നെ നമുക്ക് ഭയങ്കര പ്രോ ഡിസ്പ്ലേ അങ്ങനെയൊക്കെ നോക്കുന്നെങ്കിൽ മാക്ബുക്ക് പ്രോ M4 1.5 to 1.6 ലാക്ക് അത് ആയിരിക്കും നല്ലത്, മനസ്സിലായി. പിന്നെ അതിന് മുകളിലോട്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എയറിലായാലും 16 ഫൈറ്റുള്ളായിരിക്കും ഞാൻ പറഞ്ഞ ഒരു ബെസ്റ്റ് വേരിയൻറ്റ്. പക്ഷെ നിങ്ങൾക്ക് അതിന് മുകളിൽ വേണോ എന്നുള്ളതൊക്കെ കുറച്ച് വീഡിയോസൊക്കെ നോക്കുക, മനസ്സിലായി. എക്സ്ട്രാ റാം കൊണ്ട് നിങ്ങളുടെ വർക്ക് ഫ്ലോയ്ക്ക് എത്ര അഡ്വാൻറ്റേജ് വരുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യുക. പിന്നെ സാധാ M4 വെച്ചുള്ള മാക്ബുക്ക് പ്രോയുടെ കാര്യമാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. പിന്നെ M4 Pro M4 Max അങ്ങനെ പോകും. അതൊക്കെ നിങ്ങളെ വർക്ക് ഫ്ലോയ്ക്ക് അത്ര നീഡ് ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി, മനസ്സിലായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 8 GB മാക്ബുക്ക് വാങ്ങരുത്, 2025 8 GB മാക്ബുക്ക് വാങ്ങരുത്. നമുക്കിപ്പോൾ മാക്ബുക്ക് പ്രോ M3 ഒക്കെ 8 GB 1 TB സ്റ്റോറേജ് ഒക്കെ വെച്ച് 1 ലാഖിനൊക്കെ ഫ്ലിപ്കാർട്ടിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. 8 GB ഭയങ്കര ഒരു ബോട്ടിലിനൊക്കെയാണ്. പിന്നെ മാക് മിനി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പോർട്ടബിലിറ്റി ഒരു ഫാക്ടറി അല്ല, മാക് OS വേണമെങ്കിൽ മാക് മിനി M4 നമുക്ക് അറൗണ്ട് 50,000 കിട്ടാറുണ്ട്. അത് നല്ലൊരു ഓപ്ഷനാണ്. അതിൻ്റെ സീൻ എന്താണെന്ന് വെച്ചാൽ അതും 16256 വേരിയൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ സീൻ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോറേജ് അപ്ഗ്രേഡ് വേണമെങ്കിൽ വീണ്ടും അതിൻ്റെ ഫൈറ്റുള്ള വേരിയൻറ്റ് 70,000 ആവും, മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ആപ്പിളിൻ്റെ ആ ഒരു കാര്യമാണ്. നമ്മൾ ബേസ് വേരിയൻ്റ് ആണ് എപ്പോഴും ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ സ്റ്റോറേജ് വേണമെങ്കിൽ എക്സ്റ്റേണൽ SSD ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ, മനസ്സിലാവും. 1 TB SSD ഒക്കെ നമുക്ക് അറൗണ്ട് 6,000 കിട്ടാറുണ്ട്. ബെസ്റ്റ് വാല്യൂ ഫോർ മണി SSDയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ലാപ്ടോപ്പിൻ്റെ സ്ലീവിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ വേറെ കാര്യം വെച്ചാൽ ആപ്പിൾ കെയർ പ്ലസ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. ആപ്പിൾ കെയർ പ്ലസ് ഞാൻ പറയും മാക്ബുക്കിന് കുറച്ചുകൂടെ വെർത്താണ്. കാരണം 3 വർഷത്തിൻ്റെ ഒരു കവറേജ് നമുക്ക് കിട്ടുന്നുണ്ട് അറൗണ്ട് 20,000. ബാക്കി ഐഫോണിലും ഐപാഡിലൊക്കെ അത് 2 വർഷമാണ്. അപ്പോഴത് എടുക്കണമെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. പക്ഷേ മാക്ബുക്കിന് അത് കുറച്ച് ബെറ്റർ വാല്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മാക് മിനി M4ൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് മോണിറ്ററും അങ്ങനത്തെ എക്സ്ട്രാ സംഭവങ്ങളൊക്കെ വാങ്ങേണ്ടി. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി മാക്ബുക്ക് കൺസിഡർ ചെയ്തത് കുറച്ച് വളരെ നിങ്ങൾക്ക് ടൈം പാസിന് വേണ്ടി ഗെയിം കളിക്കാനെങ്കിൽ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് മാക് OSൽ ഗെയിംസിൻ്റെ സപ്പോർട്ട് വളരെ കുറവാണ് വിൻഡോസ് വെച്ച് നോക്കാം. അപ്പോഴും നിങ്ങൾക്ക് ഗെയിമിംഗ് ആണ് പ്രൈവറ്റ് എങ്കിൽ വിൻഡോസിൻ്റെ ഗെയിമിൽ ലാപ്ടോപ്പിന് ബാക്കി നമ്മൾ എഡിറ്റിംഗ് ആയാലും എല്ലാ കാര്യങ്ങളും മാക്ബുക്കിൽ അടിപൊളിയായിട്ട് നടക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ റെക്കമെൻഡേഷൻ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് മാക്ബുക്ക് വാങ്ങുന്നതിനെ പറ്റി ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക കേട്ടോ. പിന്നെ മാക്ബുക്ക് യൂസേഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ഞാൻ പേഴ്സണലി മാക്ബുക്ക് എയർ M4 യൂസ് ചെയ്യുന്നുണ്ട്, നല്ല കിടിലമാണ്. പിന്നെ ലാപ്ടോപ്പ് ബൈയിങ് ഗൈഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നേരത്തെ, അതിനെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.